അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഹദീസ് പഠനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫഖാലു യാ റസൂലല്ലാഹ് ഹാദാ കാന അശദ്ദർ റജുലൈൻ ഇജ്തിഹാദൻ ثم استشهد ودخل هذا الآخر الجنة قبل فقال رسول الله صلى الله عليه وسلم أليس قد مكث هذا بعده سنة قالوا بلى قال وأدرك رمضان فصام فصلى كذا وكذا من سجد في السنة قالوا بلى قال رسول الله فما بينهما أبعد مما بين السماء والأرض. തൽഹ റളിയല്ലാഹു അൻഹു കണ്ട ഒരു സ്വപ്നവുമായി ബന്ധപ്പെട്ട സുദീർഘമായ ഹദീസിൻ്റെ ഒരു ഭാഗമാണ് ഇത്. ഇമാം ഇബ്നു മാജ റഹിമഹുല്ലയും ഇമാം അഹ്മദ് റഹിമഹുല്ലയും തങ്ങളുടെ ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്ത ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല സ്വഹീഹ് എന്ന് രേഖപ്പെടുത്തിയ ഹദീസാണ് ഇത്. രണ്ടാളുകൾ ഒരേ ദിവസം അള്ളാഹുവിൻ്റെ ദീനിൽ പ്രവേശിച്ചു. അതിലൊരാൾ അങ്ങേയറ്റം ഇജ്തിഹാദിനോട് താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം നന്നായി ഇജ്തിഹാദ് നിർവഹിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാവുകയും ചെയ്തു. രണ്ടാമൻ അതിനുശേഷം ഒരു വർഷം കൂടി ജീവിച്ചു, എന്നിട്ട് മരണമടഞ്ഞു. തൽഹ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കണ്ടത് അദ്ദേഹവും ഈ രണ്ടുപേരും സ്വർഗത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നതാണ്. സ്വർഗത്തിൽ നിന്ന് ഒരാൾ വന്ന് രണ്ടാമത് മരണപ്പെട്ട വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദം നൽകി. പിന്നീടാണ് രക്തസാക്ഷിക്ക് ഷഹീദിന് അനുവാദം നൽകിയത്. പിന്നെ ആ സ്വർഗത്തിൽ നിന്ന് വന്ന വ്യക്തി മടങ്ങി വന്ന് എന്നോട് പറഞ്ഞു, നീ തിരിച്ചു പോവുക, നിന്റെ സമയം ആയിട്ടില്ല എന്ന്. നേരം വെളുത്തപ്പോൾ തൽഹ റളിയല്ലാഹു അൻഹു ഈ അത്ഭുതകരമായ സ്വപ്നത്തെ പല ആളുകളോടും പറഞ്ഞു. ജനങ്ങളും ഇത് കേട്ട് അത്ഭുതപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഈ സംഭവം എത്തി. അവർ ഈ കാര്യം പ്രവാചകനോട് പറഞ്ഞു. അവരുടെ അത്ഭുതം റസൂലിൻ്റെ മുന്നിൽ പ്രകടിപ്പിച്ചപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മിൻ അയ്യിദാലിക തഅജബൂൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് അത്ഭുതപ്പെടുന്നത്? അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹാദാ കാന അശദ്ദർ റജുലൈൻ ഇജ്തിഹാദൻ സുമ്മ സ്തുഷിദ് വദഖല ഹാദൽ ആഖിർ അൽ ജന്ന ഖബ്ല. ഈ രണ്ട് വ്യക്തികളിൽ ഇജ്തിഹാദിന് ഏറ്റവും താല്പര്യമുണ്ടായിരുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട വ്യക്തി ഒന്നാമനല്ലേ, പക്ഷേ രണ്ടാമനെയല്ലേ സ്വർഗത്തിലേക്ക് ആദ്യം വിളിച്ചത്? അതാണ് ഞങ്ങൾക്ക് അത്ഭുതമായത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലൈസ ഖദ് മക്കസ ഹാദാ ബഅദഹു സന, ഷഹീദായ ശേഷം ഈ മനുഷ്യൻ ഒരു വർഷം അധികം ജീവിച്ചില്ലേ? ഖാലു ബല, അവർ പറഞ്ഞു ജീവിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ചോദ്യം, അദ്ദേഹത്തിന് റമളാൻ കിട്ടിയില്ലേ, നോമ്പെടുത്തില്ലേ, ഇന്ന സുജൂദുകൾ ചെയ്തില്ലേ, ഒരു വർഷം നമസ്കരിച്ചില്ലേ എന്നാണ്. അവർ പറഞ്ഞു, അത് റസൂലെ ശരിയാണ്. പ്രവാചകൻ പറഞ്ഞു, അവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള അകലം ആകാശഭൂമികളുടെ ഇടയിലുള്ള അകലം പോലെയാണ് എന്ന്. റമളാൻ എന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഒരു വ്യക്തിക്ക് ലഭിച്ചാൽ ആ വ്യക്തി എത്തിച്ചേരുന്ന ഉന്നതമായ പദവി എന്താണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ് ഇത്. ഷഹീദ് എന്നത് ഇസ്ലാമിലെ ഏറ്റവും മോഹനമായ പദവിയാണ്. അള്ളാഹു തന്ന ജീവൻ അവന് വേണ്ടി, അവൻ്റെ ദീനിൻ്റെ ഉന്നതിക്ക് വേണ്ടി തിരിച്ചു നൽകുന്നവനാണ് ഷഹീദ്. ഷഹീദിനെ കുളിപ്പിക്കേണ്ട, ഷഹീദിനെ കഫൻ ചെയ്യേണ്ട, ഷഹീദിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കേണ്ട, ഷഹീദിൻ്റെ നിയമങ്ങളെല്ലാം വേറെയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവരെ കുറിച്ച് നിങ്ങൾ മരിച്ചവരെന്ന് പറയരുത്. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാ, അവർ ജീവിക്കുന്നവരാണ് എന്ന് ഖുർആൻ ഷഹീദുകളെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അത്രമേൽ ശ്രേഷ്ഠരായ ഷഹീദുകൾ, ആ ഷഹീദുകളിൽ ഒരാളേക്കാൾ നേരത്തെ സ്വർഗത്തിലേക്ക് മറ്റൊരാളെ വിളിക്കാൻ ഇടയാക്കിയത് ഒരു വർഷം അധികം ജീവിച്ചതും അതിൽ നോമ്പെടുക്കാനും നമസ്കരിക്കാനുമെല്ലാം കഴിഞ്ഞതുമാണ്. ഒരു വർഷം അധികം റമളാൻ കിട്ടിയാൽ ആ ഷഹീദിനേക്കാൾ മുമ്പേ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടും വിധം പരിഗണന ലഭിക്കും എന്നാണ് അർത്ഥം. അതിന് കിട്ടിയ റമളാൻ ഏറ്റവും മനോഹരമായി ഉപയോഗിക്കാൻ, ആരാധനകളാൽ ആ റമളാനെ ചൈതന്യവത്താക്കാൻ, പ്രാർത്ഥനകളാൽ ആ റമളാനെ നിറക്കാൻ, സൽസ്വഭാവങ്ങളാൽ ആ റമളാനെ എല്ലാ അർത്ഥത്തിലും അർത്ഥപൂർണമാക്കാൻ കഴിയേണ്ടതുണ്ട്. നല്ല വിശ്വാസിയായി നല്ല പെരുമാറ്റവും നല്ല പ്രവർത്തനവും നല്ല വാക്കും നല്ല ചിന്തയും കൂടുതൽ ഇബാദത്തുകളും എല്ലാമായി റമളാനെ ചൈതന്യവത്താക്കി കിട്ടിയ റമളാനെ ഏറ്റവും നന്നായി അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് വേണ്ടി അവൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കി ഉപയോഗിക്കണം. എങ്കിൽ ഒരു ഷഹീദിനേക്കാൾ
മുമ്പ് സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടാൻ മാത്രം യോഗ്യതയുള്ളവനായി അങ്ങനെ റമദാൻ കിട്ടിയവൻ റമദാൻകാരൻ മാറും. പരിശുദ്ധ റമദാനെ ഏറ്റവും മനോഹരമായി സ്വീകരിച്ച് ഏറ്റവും നന്നായി അതിൽ ഇബാദത്തുകൾ ചെയ്ത് അതിനെ ചൈതന്യപൂർണ്ണമാക്കി റബ്ബിൻ്റെ തൃപ്തി നേടിയെടുക്കാൻ, പാപമോചനം നേടിയെടുക്കാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.